Okay. Thank you, Dr. Sheila. Thank you, Dr. Sumana Kumari, madam. Very happy to see you once more. Today's presentation, very nice, informative presentation you done. Thank you, Dr. Sumana Kumari. എല്ലാവർക്കും നമസ്കാരം. I am leaving. Thank you. Thank you. Okay. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ മലയാളം വെബിനാറിന്റെ 2127 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഹരിഹരൻ സാറാണ്. അദ്ദേഹം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ശേഷം ആലപ്പുഴയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ധാരാളം വേദികളിൽ ഫാക്കൽറ്റി ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ്. കൂടാതെ നമുക്ക് വേണ്ടി നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലും കൂടുതൽ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ഇപ്പോൾ ക്ലാസ് എടുക്കുവാനായി നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുവാൻ റെഡിയായി വന്നിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഹരിഹരൻ സാറ്. കഴിഞ്ഞ ദിവസം കുട്ടികളിലെ വിവിധ തരം കോൺസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് വളരെ നല്ല ക്ലാസ്സാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ബാക്കി ഭാഗവുമായിട്ടാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ടി സാറിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്ദി. നമുക്ക് ക്ലാസ് തുടങ്ങാം. സാർ കോ ഹോസ്റ്റ് ആണോ? സാറിന് അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? സാറ് കോ ഹോസ്റ്റ് ആണെന്നല്ല ഹരിഹരൻ സാറിന് അൺമ്യൂട്ട് ചെയ്യാം. ക്ലാസ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ആൾ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ എവിടാ ഡോക്ടറെ കൊണ്ട് നിർത്തിയത് ഓർക്കുന്നുണ്ടോ? ബെഡോറിനം വരെ പറഞ്ഞു. ബെഡോറിനം. നെക്സ്റ്റ് പൾസാറ്റിലെയാണ്. അടുത്തത് പൾസാറ്റിലെയാണ്. പൾസാറ്റിലെ കുറിച്ച് അതിനു മുമ്പ് വേറെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം പേഴ്സണലൈസ്ഡ് മെഡിസിനെ കുറിച്ച് ഡോക്ടർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിനകത്ത് അതെന്താന്ന് വെച്ചാൽ ഈ ഒരസുഖത്തിന് വ്യത്യസ്തമായ സിംറ്റം വരാൻ കാര്യം, ഒരസുഖം ഒരാൾക്ക് വരുമ്പോൾ, ഉദാഹരണമായിട്ട് മീസിൽസ് വന്നു. മീസിൽസ് ഒരാൾക്ക് വരുമ്പോൾ വന്ന ആ സിംറ്റംസും അതുപോലെ തന്നെ വേറൊരാൾക്ക് വരുമ്പോൾ ആ സിംറ്റംസും സെയിം ആകണമെന്നില്ല, സിമിലറും ആകണമെന്നില്ല. പക്ഷേ മെറ്റീരിയ മെഡിക്കയില് ഈ ഡിഫറെന്റ് ജനറ്റിക് ഇതുള്ളത് കൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് പറ്റിയ ഒരു സിമിലിമ കണ്ടുപിടിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോ ഹോമിയോപ്പതിയില് ഇതിനും അങ്ങനെ തന്നെയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെയാണ്. ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സിമിലിമ അനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കും, രോഗം ഭേദമാകും. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മെറ്റീരിയ മെഡിക്കയിലൂടെയും അതിലൂടെ കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് പറ്റുന്നുള്ളൂ എങ്കിലും ആ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് സിംറ്റംസ് ആണല്ലോ
രോഗത്തിന് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസിന് നമ്മൾ സെമിനിമം കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കുക. ദാറ്റ് ഈസ് അവർ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പൾസാറ്റിലയാണ്. പൾസാറ്റിലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വിഡ്രോയിങ് ടൈപ്പാണ് ഈ പൾസാറ്റില. അത്ര പെട്ടെന്ന് അടുക്കുകയില്ല, എന്നാൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. ഇപ്പൊ മെഡോറിനത്തിനെ പോലെയോ ഇല്ലെങ്കിൽ തൂജയെ പോലെയോ ഒന്നും ഒരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് അല്ല ഈ പൾസാറ്റില. പക്ഷേ പൾസാറ്റിലയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഒരു ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും ഈ കാൽക്കേരിയ കാർബിന്റെ പോലെയുള്ള ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. കാൽക്കേരിയ കാർബിന്റെ ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷനും ഇതിന്റെ ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചാൽ ഈ കാൽക്കേരിയ കാർബ് ഹൈലി സ്വെറ്റിംഗ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ സ്വെറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് താല്പര്യം കാണുന്നത്. അതേസമയം പൾസാറ്റില അങ്ങനല്ല. പൾസാറ്റില ഒരു ഹോട്ട് പേഷ്യൻ്റ് ആണ്. കുട്ടികളാണെങ്കിൽ പോലും പൾസാറ്റില കുട്ടികൾ ശരിക്കും തണുത്ത വെള്ളത്തിൽ കുളിക്കാനാണ് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ പൾസാറ്റില കുട്ടികളുടെ നമുക്കറിയാം, അതായത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്തെങ്കിലും ഒരു കാര്യം വന്നു അങ്ങനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഉടൻ തന്നെ ചിരിക്കും പൾസാറ്റില കുട്ടികൾ. അങ്ങനെയാണ് പൾസാറ്റില കുട്ടികളുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ കുട്ടികൾക്ക് ഒരു ഇൻഡിസിഷൻ, അതായത് ഒരു തീരുമാനമെടുക്കാൻ വലിയ പ്രയാസമാണ് പൾസാറ്റില. എപ്പോഴും വേവറിങ് ആണ്. ഒരു 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 തീരുമാനം പെട്ടെന്ന് എടുക്കത്തില്ല. അങ്ങനെയാണ് പൾസാറ്റില കുട്ടികളുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിരിക്കും. ഇപ്പൊ പൾസാറ്റില ലേഡി ആണെങ്കിൽ പോലും, ഒരു വീട്ടമ്മയാണെന്നിരിക്കട്ടെ, വീട്ടമ്മയാണെങ്കിൽ പോലും അവർ അടുക്കളയിലെ മൂവ് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത് ഒക്കെ സ്ലോ ആണ്. പക്ഷെ ഈ സ്ലോനെസ് ബാരറ്റ കാർബിനും ഉണ്ട്. പക്ഷെ ബാരറ്റ കാർബിന്റെ സ്ലോനെസ് അല്ല പൾസാറ്റിലയുടെ സ്ലോനെസ്. അതായത് പൾസാറ്റിലെ സ്ലോനെസ് എന്ന് പറയുന്നതും ബാരറ്റ കാർബിന്റെ സ്ലോനെസ് എന്ന് പറയുന്നത് രണ്ടാണ്. ബാരറ്റ കാർബിന്റെ സ്ലോനെസ് എന്ന് പറയുന്നത് അത് ന്യൂറോട്ടിക്കാണ്. അത് അതിന്റെ ബ്രെയിന് ആയിട്ടുള്ളതാണ്. പൾസാറ്റില അങ്ങനെയല്ല. പിന്നെ ഇത് ഒരു ഫ്ലഗ്മാറ്റിക് ടൈപ്പാണ് പൾസാറ്റില. നമ്മൾ പറയത്തില്ലേ പ്ലം, അതായത് എവിടെയും ഈ പൾസാറ്റിലേക്ക് മാംസം കൂടുതലായിരിക്കും. ഞാൻ തമാശയായിട്ട് പോലും പറയാം, ഈ പൾസാറ്റില ലേഡീസിന്റെ ബ്രസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വളരെ കൂടുതലാണ് മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ അവരുടെ എല്ലാ ഭാഗത്തും മാംസം നല്ല ഫാറ്റിയാണ്, കൂടുതലായിരിക്കും പൾസാറ്റില പേഷ്യൻ്റ്. അതുപോലെ തന്നെ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ക്ലോസ് ആയിട്ട് നമ്മളൊക്കെ പെരുമാറും പൾസാറ്റില പേഷ്യൻ്റ്. അവരൊരിക്കലും ഈ മറച്ചു വെച്ച് സംസാരിക്കില്ല. ദേ ആർ ഓപ്പൺ ഓൾവേസ്. പിന്നെ ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയലൊക്കെ പറയുന്നത്, അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നേരത്തെ ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞ് പിന്നെ വർക്കെല്ലാം സ്ലോ ആണെന്നും അത് അതെ അത് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതേസമയം അവർ ഗ്രോ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അവര് വളരെ സ്ലോ ആണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ക്ലിനിക്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും അവര് സ്വല്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും ഓടിച്ചാടി നടന്നൊക്കെ കളിക്കും, ഇതിനകത്തൊക്കെ കളിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതേസമയം കുറച്ച് ഗ്രോ ചെയ്യുമ്പോൾ അതിന്റെ രൂപം മാറും. പിന്നെ ഒരു സ്ലോനെസ്സിലേക്ക് കടക്കും. പിന്നെ ഫ്ലഗ്മാറ്റിക് ടെമ്പർമെന്റ് ആണ്. ഫ്ലഗ്മാറ്റിക് സാധാരണഗതിയിൽ ഒരു സാൻഡി ഹെയർ എന്നാണല്ലോ പറഞ്ഞത്. സാൻഡി ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് അല്ലാത്ത മുടിയാണ് ഇവരുടെ.
ഹെൽത്തി ആയിരിക്കത്തില്ല. സാൻഡി തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ സാൻഡി എന്ന് വെച്ചാൽ മണ്ണല്ലേ, ആ മണ്ണിന്റെ ആ അതുപോലത്തെ ഒരു ഹെയർ ടൈപ്പാണ്. അതിന്റെ നിറവും എല്ലാം അങ്ങനെ ആയിരിക്കും. പിന്നെ ബ്ലൂ ഐസ്. പക്ഷെ ഈ ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യൻസിനെ സംബന്ധിച്ച് നമുക്ക് ഇതൊരു ക്രൈറ്റീരിയനായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ കാണാൻ ഇതെല്ലാം സാധ്യത. ഏഷ്യൻസിനെ സംബന്ധിച്ച് നമുക്ക് ബ്ലൂ ഐസ് ഇല്ല. അത് ഇതെല്ലാം വന്നിരിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസിലുള്ള പ്രൂവിങ്ങിലാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫേസിൽ നോക്കുവാണെങ്കിൽ ഒരു പെയിൽ ഫേസ് ആണ് ഈ കുട്ടികളുടെ, വിളറിയ മുഖം. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് ഈസിലി മൂവ്ഡ് ടു ലാഫർ ഓർ ടിയേഴ്സ്. പിന്നെ വളരെ അഫെക്ഷനേറ്റ് ആണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൈൽഡ് ആണ്, ജെന്റിലാണ്, ഒരു ഈൽഡിങ് ഡിസ്പോസിഷൻ ഉണ്ട് ഈ പൾസാറ്റിലേക്ക്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കരയും, വീപ്സ് ഈസിലി. ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡീറ്റെയിൽ ഹെർ എയിൽമെന്റ്സ് വിത്തൗട്ട് വീപ്പിംഗ്. കരഞ്ഞോണ്ടല്ലാതെ, പ്രയാസപ്പെട്ടോണ്ടല്ലാതെ ഈ കുട്ടികളുടെ എയിൽമെന്റ്സ് പറയും, അങ്ങനെ പറയുള്ളൂ. പിന്നെ എപ്പോഴും ഒരു സബ്മിസീവ് ടൈപ്പാണ് ഈ പൾസാറ്റില. പിന്നെ ചൈൽഡ് ടേക്സ് സം ടൈം ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ്. കുറച്ച് സമയം എടുക്കും ഈ പൾസാറ്റില കുട്ടികളെ നമുക്ക് അടുപ്പിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റു കുട്ടികളുമായിട്ട് ചേർന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അതുവരെ വിഡ്രോ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് ആകും. പിന്നെ ഷൈനസ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അത്രയാണ് നമുക്ക് പൾസാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലിനിക്കിൽ വന്നാൽ തന്നെ അവർ വളരെ കമ്മ്യൂണിക്കേറ്റീവാണ്. കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ തുറന്ന് പറയും, കമ്മ്യൂണിക്കേറ്റീവാണ്. പിന്നെ എക്സ്പ്രസീവുമാണ്. അത് ആ എക്സ്പ്രഷനൊക്കെ വളരെ കറക്റ്റായിട്ട് ഈ ഫോസ്ഫറസ് എടുക്കും. അത് ഗ്രോ ചെയ്ത യങ് പീപ്പിൾ ആണെങ്കിൽ ഇവർ വളരെ പെട്ടെന്നാണ് വളരുന്നത്. ഈ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഷൂന്നും പറഞ്ഞങ്ങ് വളരും, നല്ല പൊക്കത്തിലേക്ക് വളരെ പെട്ടെന്ന് വളരും. പിന്നെ പക്ഷെ ഇങ്ങനെ വളർന്നു വരുന്നു എങ്കിലും അവര് ഒരു ക്ലോറോട്ടിക് ടൈപ്പാണ് ഇവര്. ക്ലോറോട്ടിക് ടൈപ്പ് എന്ന് പറയുന്നത് എന്റെ മലയാളം വളർച്ച ആണെന്ന് തോന്നുന്നു. അത് തന്നെ. പിന്നെ അനീമിക്കായിരിക്കും ഈ ഫോസ്ഫറസ് കുട്ടികൾ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താന്ന് വെച്ചാല് ഇവര് ഫാസ്റ്റ് ഗ്രോയിങ് അല്ലേ, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അപ്പൊ ആ ഫാസ്റ്റ് ഗ്രോയിങ്ങിനനുസരിച്ചുള്ള അവർക്ക് ഫുഡും അവരുടെ ഇതെല്ലാം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അനീമിക്കായിട്ട് അത് വരും. പിന്നെ ഒരു നെർവസ് ടൈപ്പാണ് ഈ ഫോസ്ഫറസ്. കുട്ടികളും അതെ, വലിയവരും അതെ. ഒരു നെർവസ്, എന്ത് കാര്യം വന്നാലും അവർക്കൊരു നെർവസ്നെസ് ഉണ്ട്. പിന്നെ വീക്കാണ്, ഹെൽത്ത് ആണെങ്കിലും വീക്കാണ്. പിന്നെ ഇവർക്ക് ഒരു മെന്റൽ സിംറ്റം പറയുകയാണെങ്കിൽ ഡിസയർ ടു ബി മാഗ്നറ്റൈസ്, എപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ഇതുണ്ട് അവർക്ക് ഫോസ്ഫറസിന്. പിന്നെ അടുത്തത് ഒരു ഓവർ സെൻസിറ്റീവ് ആണ്. നമുക്ക് എന്തെങ്കിലും അവരുടെ വഴക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെ സെൻസിറ്റീവാണ്, ഓവർ സെൻസിറ്റീവാണ്. പിന്നെ ഈ എക്സ്റ്റേണൽ ഇംപ്രഷൻസ് അവരെ വല്ലാതെ സ്വാധീനിക്കും. അത് സ്വാധീനിക്കുന്നത് അവർക്ക് അവർ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. ലൈറ്റ്, നോയ്സ്, ഓഡേഴ്സ്, ടച്ച്, ഇതെല്ലാം ഫോസ്ഫറസിനെ ശരിക്ക് സെൻസിറ്റീവ് ആയതുകൊണ്ട് സ്വാധീനിക്കും. പിന്നെ ഈ ഫോസ്ഫറസ് പൊതുവെ ഒരു റെസ്റ്റ്ലെസ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ ഒരു ഫിഡ്ജിറ്റി ഉണ്ട് ഇപ്പോഴേക്ക്. ഫിഡ്ജിറ്റി എന്ന് പറയുന്നത് എന്താ? ഫിഡ്ജിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്വൈര്യമല്ലാത്ത ഒരു ക്യാരക്ടറാണ് ഈ ഫോസ്ഫറസ്. എപ്പോഴും കണ്ടിന്യൂവലി മൂവ്സ് കണ്ടിന്യൂവലി. അതായത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കനോട്ട് സിറ്റ്, അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ടിരിക്കില്ല.
അതുപോലെ തന്നെ നിൽക്കാനും ഇവർക്ക് പറ്റില്ല. പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുള്ളത് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്. പാട്ട് പാടുന്ന സ്വഭാവം. ഈ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി പിന്നെ ഉള്ളത് ആർക്കാന്ന് വെച്ചാൽ സിലീഷ്യക്കാണ് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, അതായത് ഒരു മാരേജ് ജീവിതം ശരിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫോസ്ഫറസും സിലീഷ്യമാണ് അതിന് പറ്റിയത്. ഫോസ്ഫറസ് ചില്ലിയാണ്, അതുപോലെ സിലീഷ്യം ചില്ലിയാണ്. അപ്പോൾ അവരൊരുമിച്ച് കിടക്കുമ്പോൾ പോലും അവർക്ക് ഫാൻ ഇട്ട പ്രശ്നമില്ല. അതേസമയം ആ സ്ഥാനത്ത് ഒരാള് നക്സോമിക്കയാണ്, വേറെ ഒരാള് അർജന്റനേട്രിക് ആണെന്ന് പൾസാറ്ററി ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പം നക്സോമിക്ക ചില്ലി പേഷ്യൻ. അതേസമയം അപ്പൊ ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. നാളെ നോക്കുന്നതിന് പകരം ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കേണ്ടി വരൂ. അതെ, അതാണ് ഏറ്റവും നല്ലത്. എന്റെ അഭിപ്രായത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കേണ്ടത്. എപ്പോഴും ഈ ക്യാരക്ടർ, ടെമ്പറമെന്റൽ ഇൻകോമ്പറ്റിബിലിറ്റി ആണ് ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സിനെല്ലാം മെയിൻ കാരണം. ടെമ്പറമെന്റൽ ഇൻകോമ്പറ്റിബിലിറ്റി എന്നുവെച്ചാൽ നക്സോമിക്ക് അതേസമയം ഒരു പൾസാറ്റിലെ പേഷ്യന്റിനെ കല്യാണം കഴിച്ചാൽ പ്രശ്നമില്ല. എന്താണെന്നറിയാമോ? നക്സോമിക്ക 2 അടി കൊടുത്താലും പൾസാറ്റിൽ അങ്ങ് സഹിക്കും. അതേസമയം ആ സ്ഥാനത്ത് നക്സോമിക്ക സെപ്പിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ അവള് തിരിച്ചടിക്കും. അധികകാലം ഒരുമിച്ച് ജീവിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം. നിങ്ങൾ ഈ അർജന്റനേട്രിക്കത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അർജന്റനേട്രിക്കം എന്ന് പറയുന്നത് പേഷ്യന്റ് വളരെ ഫാസ്റ്റ്. ഭക്ഷണമൊക്കെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചു തീർക്കും. പെട്ടെന്ന്, വെരി ഫാസ്റ്റ്. ഭാര്യയും ഭർത്താവും കൂടെ, ഇപ്പൊ പൾസാറ്റിനെയാണ് ഭാര്യയാണ്, അർജന്റനേട്രിക്ക ഭർത്താവാണെങ്കിൽ ഭർത്താവ് നടന്ന് മുന്നേ പോകും, ഭാര്യ പറയാ. അപ്പൊ ഈ അയാൾ അവിടെ നിന്ന് വിളിക്കും, പെട്ടെന്ന് ഇങ്ങോട്ട് നടന്നു പോയി, പെട്ടെന്ന് ഇങ്ങോട്ട് എന്ന് പറയും, കുറച്ച് ചീത്തയും വിളിക്കും. അപ്പൊ അതാണ് ടെമ്പറമെന്റൽ ഇൻകോമ്പറ്റിബിലിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം. അതാണ് ഇത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മനസ്സിലാക്കാം. അതേസമയം ഈ സബ്മിസീവ് ആയതുകൊണ്ട്, പൾസാറ്റിലെ സബ്മിസീവ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവർ സഹിക്കും, ഇതെല്ലാം സഹിക്കും. പക്ഷെ ആ സഹിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഭാവിയിൽ അവർക്ക് വേറെ ഒത്തിരി രോഗങ്ങൾ വരും. അപ്പൊ നമ്മുടെ ഈ ഡോക്ടർ പറഞ്ഞ കണക്ക് കല്യാണം കഴിക്കുന്നത് പോലും ഈ ടെമ്പറമെന്റൽ ഇൻകോമ്പറ്റിബിലിറ്റി ഉള്ളവര് തമ്മിൽ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഒരുമാതിരി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെങ്കിലും ഒരു മാനസിക പൊരുത്തം കാണും. അപ്പൊ തന്നെ ആഴ്സനിക് ആൽബം എടുത്തു. ആഴ്സനിക് ആൽബിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ 6 ഫിസിക്കനാണ് ഈ ആഴ്സനിക് ആൽബം. അയാളെ എല്ലാത്തിനും കണക്ക് വെക്കും. പക്ഷെ അതേസമയം ഈ സിലീഷ്യ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവര് ലാവിഷാണ്. ഇപ്പൊ ഒരു ധർമ്മക്കാരനോ ഒരു വയ്യാത്ത ഒരാളോ അവരുടെ വീട്ടിൽ വരുവാണെങ്കിൽ സിലീഷ്യ കൈ അയച്ച് സഹായിക്കും. ഈ ആഴ്സനിക് ആൽബിനെ കാണാതെ സഹായിക്കും. ആഴ്സനിക് ആൽബ് ഒരിക്കലും അങ്ങനെയല്ല, വളരെ പിശുക്കനാണ്. എൻ്റെ നാട്ടിൽ പണ്ട് ഒരു വക്കീലുണ്ട്. അയാളുടെ പേര് തുപ്പൻ വക്കീൽ എന്ന്. ആ തുപ്പൻ വക്കീൽ എന്ന് പറയാൻ കാര്യം തന്നെ അയാള് തുപ്പൽ കൂടിയതാന്ന് പറയും ആൾക്കാര്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാവിലെ അയാൾ പോകാൻ നേരത്ത്, വക്കീലാഫീസിൽ പോകാൻ നേരത്ത് പണ്ടത്തെ കാലമല്ലേ, അരിപ്പെട്ടി പൂട്ടി താക്കോലുമായിട്ടേ പോകുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ അയാൾ അത്രയ്ക്ക് പിശുക്കനാണ്, ആഴ്സനിക് ആൽബം. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക വാക്കുണ്ട് ഈ ആഴ്സനിക് ആൽബം, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതെ, അതാണ് ആഴ്സനിക് ആൽബം. അതുപോലെ നമ്മൾ പിന്നെ എക്സൈറ്റബിൾ ആണ്. ഫോസ്ഫറസ് ആണ് പറയുന്നത്. ഫോസ്ഫറസ് ആണ് പറയുന്നത്. ഫോസ്ഫറസ് എക്സൈറ്റബിൾ ആണ്. അതായത് ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എക്സൈറ്റബിൾ ആണ്. സംസാരിക്കുമ്പോൾ ഈ കണ്ണും കൈയും എല്ലാം എടുത്ത് സംസാരിക്കും. അതും ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഹൈലി ഇമാജിനേറ്റീവ്. അതങ്ങനെ ആയിരിക്കുമല്ലോ, ഇയാൾ ആർട്ടിസ്റ്റിക് അല്ലേ. ആർട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഇമാജിനേറ്റീവ് ആണ്. സങ്കല്പം, ഒരു സ്വപ്ന ജീവിയാണ് ഇയാൾ. അയാൾക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി, ഒരു കാര്യം അറിയാനുള്ള, കുട്ടികളാണെങ്കിൽ ഒരു കാര്യം അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അവനിപ്പോ ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്താൽ അതിനകത്ത് എന്താണ് പരിപാടി, ഇതെങ്ങനെ തന്നെത്താനെ ഓടുന്നു,
ഇതിന്റെ ബാറ്ററി ഉണ്ടോ, ഇതെന്താണ് ഈ സംഭവം, ഇതൊക്കെ അറിയാനുള്ള ഒരു ഇത് ഈ ഫോസ്ഫറസ് കുട്ടികൾക്കുണ്ട്. അതേസമയം ഈ മെഡോറിനൊന്നും അങ്ങനല്ല. മെഡോറിന നശിപ്പിക്കും, അവനത് തുറന്ന് എല്ലാം കണാകുണാന്നാക്കി 4 രീതിയിലാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഈ ഐസ് ക്യൂബ്, അതായത് ഇവർക്ക് ഐസ് വലിയ ഇഷ്ടമാണ്, തണുത്തത്. ഈ ഇതെന്താ ഐസ്ക്രീം, അതുപോലെ വെറുതെ ഐസ് കൊടുത്താലും ഈ ഫോസ്ഫറസ് കുട്ടികൾ കഴിക്കും. അതാണ് ഫോസ്ഫറസിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് അടുത്തത് സൈലീഷ്യ. സൈലീഷ്യ ഒരു വിഡ്രോയിങ് ടൈപ്പാണ്. വിഡ്രോയിങ് ആണ്, ഹൈപ്പോ ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മള് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിലീഷ്യ ഹൈപ്പോ ആക്റ്റീവ് ആണ്. അധികം ആ കുട്ടി നമ്മളവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ചാടിക്കേറി അങ്ങനെ അവിടെ ഇവിടെ പിടിച്ചാന്നൊന്നും ചെയ്യത്തില്ല. പക്ഷേ മേ ബി ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവും ആയിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുട്ടികൾ വളരെ ഇമാസിയേറ്റഡ് ആണ്. വളരെ ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണിച്ച ശരീരപ്രകൃതിയാണ് ഈ സിലീഷ്യ. അവർക്ക് നമ്മൾ പറയുന്നത് പക്ഷെ ആ കുട്ടികൾ ക്ഷീണിച്ചതാണെങ്കിലും ആ കുട്ടികൾക്ക് നല്ല ബുദ്ധിമതികളായ കുട്ടികളായിരിക്കും സാധാരണയായിട്ട് സിലീഷ്യ. ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് സെൻസ് ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ ഈ കാൽക്കേരിയ കാർബിന്റെ പോലെ അല്ലെങ്കിൽ പോലും ഈ സിലീഷ്യ കുട്ടികൾക്കും ഭയങ്കര വിയർപ്പാണ്. അത് വിയർക്കുന്നത് തലയായിരിക്കും കൂടുതൽ. കാൽക്കേരിയ കാർബ് കംപ്ലീറ്റ് വിയർക്കുന്ന സ്ഥാനത്ത് സിലീഷ്യ തലയായിരിക്കും വിയർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവരെ അതും കൈയുടെ വെള്ള വിയർപ്പ്, കൈയുടെ വെള്ള, കാലിന്റെ വെള്ള, ഇതെല്ലാം സിലീഷ്യക്ക് വിയർക്കും. ദേഹം ആസകലവും വിയർക്കുന്ന പേഷ്യന്റ് ആണ് ഈ പിന്നെ ഇവര് ജനിക്കുമ്പം തന്നെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലോ ബർത്ത് വെയിറ്റ് ആണ്. ലോ ബർത്ത് വെയിറ്റിലാണ് സാധാരണയായിട്ട് സിലീഷ്യ കുട്ടികൾ ജനിക്കുന്നത് തന്നെ. ഒബ്സ്റ്റിനേറ്റ് ആണ് ചില കുട്ടികൾ ഒബ്സ്റ്റിനേറ്റ് ആണ്, എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, വളരെ ഒബ്സ്റ്റിനേറ്റ് ടൈപ്പാണ്. പക്ഷേ വളരെ കൈൻഡായിട്ട് മോളെ പോട്ടെ സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി സന്തോഷമാകും. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകത സിലീഷ്യക്കുള്ളത് ഒരു ഈൽഡിങ് ടൈപ്പാണ്. പൾസാറ്റിലേം ഈൽഡിങ് ആണെങ്കിലും സിലീഷ്യ അങ്ങനല്ല. സിലീഷ്യ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതാണ് സിലീഷ്യയുടെ പ്രത്യേകത. മൈൽഡ് ആയിരിക്കും, വളരെ മൈൽഡ് ആയിരിക്കും. പിന്നെ ഒരു 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 ഹൃദയ ബന്ധമുള്ള ഒരു കുട്ടിയാണ് ഈ സിലീഷ്യ. മൈൽഡ് ആൻഡ് ആങ്ഷ്യസ് ആൻഡ് ഫൈൻഡ് ഹാർട്ടഡ് ആണ്. പിന്നെ ഡെഫിഷ്യന്റ് ന്യൂട്രീഷൻ ഈ സിലീഷ്യ കുട്ടികളിൽ ധാരാളം കാണാറുണ്ട്. അതാണ് ആ കുട്ടികൾ ഇത്ര ഇതായിട്ട് വീക്കായിട്ട് വരാൻ കാര്യം. ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടാണ് അത് വരുന്നത്. ഈ കുട്ടികൾ അധികം ഭക്ഷണം കഴിക്കത്തില്ല. ചുമ്മാതെ ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെറുക്കി ലേശം കഴിക്കും. അതാണ് ഈ കാൽക്കേരിയ കാർബ് സിലീഷ്യയുടെ പ്രത്യേകത. ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുകയില്ല. അതുകൊണ്ട് അത് ഇംപെർഫെക്റ്റ് അസിമിലേഷൻ ഈ സിലീഷ്യ കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ മെന്റലി ആൻഡ് ഫിസിക്കലി ദേ ആർ ഓവർ സെൻസിറ്റീവ് ആണ്. പിന്നെ ഇവരില് ഈ സ്ക്രോഫുലസ് ചിൽഡ്രൻ ആണ്. സ്ക്രോഫുലസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാൻസ്, അതായത് നമ്മൾ കണ്ഠമാല എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഈ ലിംഫ് ഗ്ലാൻഡ് എൻലാർജ്ഡ് ആയിരിക്കും ചില കുട്ടികളിൽ. അത് സാധാരണ ഈ റക്കറ്റിക് ആയിട്ടുള്ള ചിൽഡ്രനും നമുക്ക് സൈലീഷ്യ കൊടുക്കാവുന്നതാണ്. അതും ഈ സൈലീഷ്യ കുട്ടികളിൽ. പിന്നെ ഇവരുടെ ഹെഡ് നോക്കുകയാണെങ്കിൽ വലിയ ഹെഡായിരിക്കും. സൈലീഷ്യയുടെ മിക്കവാറും വലിയ ഹെഡായിരിക്കും. പിന്നെ ഈ ഫോണ്ടനില് ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ സ്യൂച്ചേഴ്സ് ആയിരിക്കും. പിന്നെ ഹെഡിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭയങ്കര വിയർപ്പായിരുന്നു. അതുകൊണ്ട് വിച്ച് മസ്റ്റ് ബി കെപ്റ്റ് വാം, എപ്പോഴും തല എപ്പോഴും വാംതായിട്ട് വെക്കാനായിട്ട് പേരൻസ് ശ്രമിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, അതായത് ഞാൻ പറയും ഈ സിലീഷ്യ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ ഈ ഉച്ചയ്ക്ക് കുളിപ്പിക്കരുതെന്ന് പറയും.
ഉച്ചയ്ക്ക് കുളിപ്പിക്കരുത്. ഉച്ചയ്ക്ക് കുളിപ്പിച്ചാലെന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്വെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കുളിപ്പിച്ചാൽ ഈ സ്വെറ്റ് സപ്രസ്ഡ് ആവും. അപ്പോൾ കുട്ടിക്ക് ജലദോഷം പിടിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കലും ഉച്ചയ്ക്ക് കുളിപ്പിക്കാൻ പാടില്ല, രാവിലെ കുളിപ്പിക്കണം. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ഈ ഇതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് അസിമിലേഷനും ഒക്കെ ആയതുകൊണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കും ചില കുട്ടികൾക്ക്. അതൊരു രോഗമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ കയ്യും കാലും തേമ്പിയിരിക്കും, ഒരു ബലം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ നടക്കാനായിട്ട് വളരെ താമസം ഉണ്ടായിരിക്കും ഈ സിലേഷ്യ കുട്ടികൾ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ ഷൈ ഉണ്ട് ഈ കുട്ടികൾക്ക്, ഷൈ ഉണ്ട്. അതുപോലെ തന്നെ നെർവസ് ആണ്. പിന്നെ നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരം പറയാനായിട്ട് ഒരു റെഫ്യൂസസ് ടു ആൻസർ എനി ക്വസ്റ്റ്യൻ ഫ്രം ഡോക്ടർ. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? രസം. അമ്മ അടുത്തുണ്ടെങ്കിൽ അമ്മയുടെ ചെവിയിൽ മന്ത്രിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ കുട്ടി പറയാതെ തന്നെ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും. അപ്പൊ അമ്മയായിരിക്കും നമ്മുടെ ഇത് പറയുന്നത്. അതായത് ഇൻസ്റ്റന്റ് ഹി ഓർ ഷീ വിസ്പേഴ്സ് ടു മദർ who must relay the information to the doctor. എന്നിട്ട് അമ്മയാണ് നമ്മുടെ ഇൻഫർമേഷൻ പറയുക. പിന്നെ ഒരു ടിമിഡ് ടൈപ്പാണ്, പേടി. ഇവർക്ക് ഉള്ളതാണ് പേടി. ടിമിഡ് ടൈപ്പാണ് ഇവര്. പേടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ബാഷ്ഫുൾ ടൈപ്പാണ്. ബാഷ്ഫുൾ എന്ന് പറഞ്ഞാൽ ലജ്ജ. നമ്മളിപ്പോ പറഞ്ഞു ഷൈ, ലജ്ജ ഒക്കെയുള്ള ഒരു കുട്ടിയായിരിക്കും ഈ സിലേഷ്യ. പിന്നെ അടുത്തത് സോംനാബോളിസം. ഈ കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. സോംനാബോളിസം എന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ ഉറക്കിയിട്ട് പോയാൽ പോലും ചിലപ്പം ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് അടുക്കളയിലോ അവിടെ ഇവിടെയൊക്കെ വരും. രാത്രി നമ്മൾ നോക്കുമ്പോൾ കുട്ടിയെ കാണാം ബെഡേല്, പക്ഷെ നോക്കുമ്പം കാണാം അടുക്കള കുത്തിയിരുന്ന് ഉറങ്ങുന്നത് കാണാം. അങ്ങനെ ഒരു ഇത് നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൈലീഷ്യ, ഞാനാണെങ്കിൽ തന്നെ ഒരു ഡോസ് കൊടുത്ത് പിന്നെ കുഴപ്പമൊന്നും കാണത്തില്ല. പിന്നെ ഈ കുട്ടികൾ സാധാരണ സിലീഷ്യ ഫാസ്റ്റീഡിയസ് ആണ്. വളരെ അവരുടെ മുറിക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവരുടെ മുറിക്കകത്ത് ചെന്നാൽ ആ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണണം. നല്ല നീറ്റായിരിക്കും. പെൻസിൽ ഒരു സ്ഥാനത്ത്, ബുക്ക് ഒരു സ്ഥാനത്ത്, അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സുകള് എല്ലാം ഉണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാം അടുക്കി. 2 കുട്ടികളുണ്ടെങ്കിൽ ഇളയ കുട്ടി ഇതിങ്ങനല്ല എങ്കിൽ അവൻ വന്ന് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയിടും. പിന്നെ വഴക്കാവും. അവള് സലീഷയുടെ എപ്പോഴും എല്ലാം ചിട്ടയാണ്. ആ കുട്ടികൾക്ക് ആ ചിട്ട ജീവിതത്തിൽ ഉടനീളം കാണാൻ പറ്റും. അത് തെറ്റിക്കുമ്പം അവർ അസ്വസ്ഥരാകും. അതായത് കീപ് ഹിസ് ബുക്സ് ആൻഡ് അതർ തിങ്സ് നീറ്റ്ലി ആൻഡ് ഓർഡർലി. അതാണ് സിലീഷയുടെ വേറൊരു പ്രത്യേകത. പിന്നെ ഇംപെർഫെക്റ്റ് അസിമിലേഷൻ, അത് മുമ്പ് ഞാൻ പറഞ്ഞു. പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് നോളജ്. അതായത് അറിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ പറയത്തില്ലേ, എന്താ പറയുന്നത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എനിക്ക് ശരിക്കും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു നോളജാണ് ഈ സിലീഷ്യക്ക്. അപ്പൊ നമ്മുടെ സൈലീഷ്യ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വരേണ്ടത് നാട്രമുറാണ്. നാട്രമുറിന്റെ നമ്മുടെ പറയുകയാണെങ്കിൽ അതിന്റെ മെന്റൽ പറയുകയാണെങ്കിൽ ഒരു വിഡ്രോയിങ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പും ഉണ്ട്, പിന്നെ ഡിസ്ട്രക്റ്റീവും ഉണ്ട് ഈ നാട്രമുർ. എന്നുവെച്ചാൽ സൈക്കോട്ടിക് ക്യാരക്ടറാണ് അതിനകത്ത് കൂടുതൽ നിൽക്കുന്നത് നാട്രമുറിന്. അതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവാണ്, എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കും, കളിപ്പാട്ടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നശിപ്പിക്കും. പിന്നെ വിഡ്രോയിങ് ടൈപ്പുമാണ്. അത്ര ക്ലിനിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വിഡ്രോയിങ് ടൈപ്പായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇറിറ്റബിളായി വാശി, പിന്നെ ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും. വാശി പിടിച്ച് കരഞ്ഞാൽ ഈ കുട്ടികൾ നിർത്തുകയില്ല, നാട്രമുർ കുട്ടികൾ. എനിക്കറിയാമായിരുന്നു, തിരുവനന്തപുരത്തൊന്നും എനിക്കൊരു പേഷ്യന്റ് വരും. ആ കൊച്ചിന് ഇങ്ങനെ ആയിരുന്നു, ഒരു ചെറിയ കാര്യം മതി അമ്മയോടോ മറ്റോ
ദേഷ്യം വന്നു കഴിഞ്ഞാൽ താഴെ കിടന്ന് ഉരുണ്ട് വാശി പിടിച്ച് കരഞ്ഞ് അങ്ങനെ ചെയ്യും. കരഞ്ഞോണ്ട് ഇങ്ങനെ സംസാരിക്കും. അതാണ് ആ കുട്ടിയുടെ പ്രത്യേകത. ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ നാട്ടമൂർ കുട്ടികൾ ഭയങ്കര വാശിയായി, ചെറിയ ചെറിയ കുട്ടികൾ, എസ്പെഷ്യലി വെൻ കൺസോൾഡ്. അത് നമ്മൾ കൺസോൾ ചെയ്യും തോറും വാശി കൂടി. അതാണ് നാട്ടമൂറിന്റെ ഒരു പ്രത്യേകത. പിന്നെ നെർവസ് വീക്ക്നെസ് ഉണ്ട് ഈ നാട്ടമൂർ കുട്ടികൾ. അതായത് ഈ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴെ പോകും. ഒരു നെർവസ് വീക്ക്നെസ് ഉണ്ട്. പിന്നെ ഡിസ്പൊസിഷൻ ടു വീപ്പ്, എപ്പോഴും ഈ കുട്ടിക്ക് ഒരു വീപ്പ് ചെയ്യാനുള്ള ഒരു ഡിസ്പൊസിഷൻ ഉണ്ട്. വീപ്പിംഗ് മൂഡാണ് മിക്കവാറും ഈ സൈസ് കുട്ടികൾക്ക്. ഒരു പ്രത്യേക കാരണമൊന്നും കാണത്തില്ല, പക്ഷെ കൺസലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അഗ്രവേറ്റ് ചെയ്യുകയും ചെയ്യും. അതും ഇപ്പൊ ഇതിന്റെ പ്രത്യേകതയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാകേണ്ടത് ഈ ബാഡ് ഇഫക്ട്സ് ഓഫ് ആങ്കർ, അതായത് ആങ്കർ കൊണ്ട് ബാഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നതിന് നാട്ടമൂർ വളരെ നല്ലതാണ് കുട്ടികളിൽ. പിന്നെ ബാഡ് ഇഫക്ട്സ് ഓഫ് ആങ്കർ ഉണ്ട്, ഗ്രീഫ് ഉണ്ട്, ഫ്രൈറ്റ് പേടി ഉണ്ട്, പിന്നെ വെക്സേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോർട്ടിഫിക്കേഷൻ. വെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ അതിന്റെ അർത്ഥം പറഞ്ഞാൽ വിഷമം പറയാം, അതാണ് വെക്സേഷൻ. പിന്നെ മോർട്ടിഫിക്കേഷൻ എന്നാൽ അപമാനം കൊണ്ട്, അതിനൊക്കെ ബാഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടമൂർ കൊടുക്കാവുന്നതാണ്. പിന്നെ കുട്ടികളെ സാധാരണയായിട്ട് നാട്ടമൂർ കുട്ടികളെ ഇമാസിയേറ്റഡ് ആയിരിക്കും. ചൈൽഡ് ഹാവിങ് ഷൈനി ഓയിലി വാക്സി ആൻഡ്, ഇത് ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾക്ക് ഈ അക്നി പേഷ്യന്റ് ആക്കിയിട്ടൊക്കെ നമ്മുടെയൊക്കെ വരുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളും പുരുഷന്മാരും, ഈ സ്ത്രീകളിലെ ഫേസ് ഈ ഓയിലി ഫേസ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഓയിലി ഫേസ് വന്നാൽ അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ അക്നിക്ക് നാട്ടമൂർ. ഈ കുട്ടികളിലും ഓയിലി ഫേസ് ഉണ്ട്. അതായത് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ പറയും ഇവിടെ മുഖത്ത് ഡോക്ടറെ എപ്പോഴും എണ്ണമയമാണെന്ന് പറയും. അത് ഈ നാട്ടമൂരിന്റെ പ്രത്യേകതയാണ്. പിന്നെ നാക്ക് നമ്മൾ കാണിക്കാൻ പറയുമ്പോഴെങ്ങനെ മാപ്പിഡ് ടങ്ങാണ് ഈ നാട്ടമൂർ. പിന്നെ ഇവരുടെ ക്രേവിങ് എന്തോന്നിനൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിനോട് ക്രേവിങ് ആയിരിക്കും. നമ്മളെ ആരും കാണാതെ ടേബിളിൽ നിന്ന് ഉപ്പിന്റെ പാത്രം എടുത്ത് നക്കും. അതും നാട്ടമൂർ. അത് അവിടെ കയറ്റി ഇരുത്തിയാൽ മതി, അപ്പൊ നക്കിയിരിക്കും. പിന്നെ സാൾട്ട്, പിന്നെ ഈ ഫിഷിനോടും താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഉണക്കമീൻ ഈ നാട്ടമൂർ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ ക്ലിനിക്ക് വന്നാൽ തന്നെ നമ്മൾ കുട്ടിയുടെ ഒക്കെ ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇഫ് വി ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു ചൈൽഡ് വിൽ ലുക്ക് അറ്റ് മദർ, അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഫോർ ഒരു പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ? ആ പെർമിഷൻ കിട്ടിയിട്ട് വേണം ഈ കംപ്ലൈന്റ് മുഴുവൻ നമ്മളൊക്കെ പറയാൻ. ദ ചൈൽഡ് ലീവ്ഡ് ഇൻ എ സ്ട്രിക്റ്റ് കണ്ടീഷൻ. ഈ നാട്ടമൂർ കുട്ടികള് ഒരു സ്ട്രിക്റ്റ് കണ്ടീഷനിൽ വളർന്ന കുട്ടികളാണെങ്കിൽ ഇതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതാണ് സ്ട്രിക്റ്റ് കണ്ടീഷൻ. ദാറ്റ്സ് ദ ചൈൽഡ് ലീവ്ഡ് ഇൻ എ സ്ട്രിക്റ്റ് കണ്ടീഷൻ. അതാണ് നാട്ടമൂറിന്റെ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ആന്റിൻക്രൂഡ് ആണ്. ആന്റിൻക്രൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റിൻക്രൂഡ് കുട്ടികളും വിഡ്രോയിങ് ആണ്, അതുപോലെ തന്നെ ഹൈപ്പോ ആക്റ്റീവ്. മറ്റേതെല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ഇത് ഹൈപ്പോ ആക്റ്റീവ് ആണ്, പക്ഷെ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. സാധനങ്ങളൊന്നും അങ്ങനെ നശിപ്പിക്കത്തൊന്നും ഇല്ല. പിന്നെ കുറച്ച് വണ്ണം ഉണ്ടായിരിക്കും. പൾസാറ്റിയുടെയോ അല്ല ഈ കാൽക്കരിയ കർബിന്റെ പോലുള്ള വണ്ണമല്ല, കുറച്ച് ഒബീസായിരിക്കും. മിക്കവാറും അത് കാണുന്ന ഈ ഒരു കുട്ടിയുള്ള അമ്മമാർക്കാണ്, പേരൻസാണ് ഇത് കൂടുതലും ഉണ്ടാകുക. വൺ ചൈൽഡ് ഫാമിലി. അപ്പൊ വൺ ചൈൽഡ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടികളെ ഓവർ കെയറിങ് ആണ്. മദറിന് എപ്പോഴും ഈ കുട്ടിയെ കുറിച്ച് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ആണ്. മദർ ഈസ് വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് ചൈൽഡ്. അതായത് ഡസൻറ്റ് അലൗ എനിവൺ ടു ലിഫ്റ്റ്. നമ്മുടെ ഒരു ക്രൗഡിൽ ചെന്നാലും ഈ കുട്ടിയെ ഒന്ന് എടുക്കാൻ പോലും ഈ പേരന്റ് സമ്മതിക്കത്തില്ല. ചൈൽഡ് സ്ലോലി ആൻഡ് ടിപ്പിക്കൽ ടച്ച് മീ നോട്ട് ദ ചൈൽഡ്. ഈ കുട്ടിയാണെങ്കിൽ ടച്ച് മീ നോട്ട്, എന്നെ തുടരുത് എന്നുള്ള രീതിയിലാണ്. നമ്മൾ എടുക്കാൻ ചെന്നാലും കൈ രണ്ടും ഇങ്ങനെ വെച്ച് മാറ്റും. അതാണ് ഈ കുട്ടികളുടെ
പ്രത്യേകത. പിന്നെ വളർന്നു വരുമ്പോൾ ഒരു ഫാറ്റി ആയിട്ട് വളരാനുള്ള ടെൻഡൻസിയാണ് ഈ കുട്ടികൾ കാണിക്കുന്നത്. പിന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വളരുമ്പോഴും ഒരു ഫ്രെറ്റ്ഫുൾ നേച്ചറാണ്. ഫ്രെറ്റ്ഫുൾ നേച്ചർ എന്ന് പറയുന്ന ഒരു ഭയം അതാണ്. ഭയമുണ്ട് ഈ കുട്ടിക്ക്, ആരെങ്കിലും എടുക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഒരു ഭയം പോലെ. അതുപോലെ തന്നെ ഒരു പീവിഷ് ടൈപ്പാണ്. പീവിഷ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു പുച്ഛം, അതാണ് പീവിഷ്നെസ് എന്ന് പറയുന്നത്. ഒരു പുച്ഛം അത് ഈ കുട്ടികളിൽ ഉണ്ടാവും. കനോട്ട് ബി ടച്ച് ഓർ ലുക്ക്ഡ് അറ്റ്. നേരെ നോക്കാൻ പോലും ഈ കുട്ടികൾ, നമ്മൾ നേരെ നോക്കുമ്പോൾ പോലും ഈ കുട്ടികളുടെ തല തിരിച്ചു മാറ്റും. പിന്നെ ഈ സൾക്കി ടൈപ്പാണ്. സൾക്കി ടൈപ്പ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വിസമ്മതം ഉള്ള കുട്ടികളാണ് ഈ കുട്ടികൾ. ഡസ് നോട്ട് വിഷ് ടു സ്പീക്ക് ഓർ ടു ബി സ്പീക്കൺ. ആംഗ്രി അറ്റ് എവരി അറ്റൻഷൻ, ഒരു ദേഷ്യം ഉള്ള കുട്ടികളാണ്. ആംഗ്രി അറ്റ് എവരി അറ്റൻഷനിലും ഒരു ആംഗ്രി. പിന്നെ ഉള്ള വേറൊരു പ്രത്യേകത ആൾട്ടർനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെഡിസിനിലേക്ക് പോകുന്നത് സ്റ്റാഫിസാക്രിയാണ്. സ്റ്റാഫിസാക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വിഡ്രായിങ് ടൈപ്പും ആകാം, അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പ് ആകാം. പക്ഷെ ഡിസ്ട്രക്റ്റീവ് ആണ് സ്റ്റാഫിസാക്രിയ. അത് ആ സ്റ്റാഫിസാക്രിയക്ക് വരുന്ന എയിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയിൽമെന്റ്സ് ഫ്രം പ്രൈഡ്. ഒരു അഹങ്കാരം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. പിന്നെ ഇൽഹ്യൂമേഡ് ചിൽഡ്രൻ ആണ്. നമ്മളൊരു തമാശയൊക്കെ പറയുന്നൊന്നും അത്ര അപ്രിസിയേറ്റ് ചെയ്യല ഈ കുട്ടികൾ. പിന്നെ ഈ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ തിങ്സ് വിച്ച് കൊടുക്കുകയാണെങ്കിൽ അവര് ഇങ്ങനെ തള്ളി മാറ്റും, ത്രോ അവേ. എന്നിട്ട് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എറിഞ്ഞു കാണും. അതാണ് ഈ സ്റ്റാഫിസാക്രിയുടെ പ്രത്യേകത. പക്ഷെ വാസ് ഇൻസൾട്ടഡ് ബീയിങ് ഡിഗ്നിഫൈഡ് ടു ഫൈറ്റ്. എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതുപോലെ കാണാം, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതൊക്കെ നമ്മൾ കുറച്ച് ഇന്റർപ്രറ്റ് ചെയ്താണ്. ഈ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സെൻസിറ്റീവ് ആണ് ഈ കുട്ടികൾ. സ്ലൈറ്റസ്റ്റ് മെന്റൽ ഇംപ്രഷൻ. പിന്നെ ലീസ്റ്റ് ആക്ഷൻ ഓർ ഹാംലെസ് വേർഡ്സ് ഒഫൻഡ്. ചെറിയ കാര്യങ്ങൾ പോലും ഈ സ്റ്റാഫിസാക്രിയ കുട്ടികളെ ഒഫൻഡ് ചെയ്യും. അതായത് എന്ന് അറിയാമല്ലോ. പിന്നെ ഈ സപ്രസ്ഡ് ആങ്കർ സപ്രസ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് സ്റ്റാഫിസാക്രിയ. അത് മാത്രമല്ല, സപ്രസ്ഡ് സെക്ഷൽ ഡിസയറിനും നല്ല മെഡിസിനാണ് സ്റ്റാഫിസാക്രിയ. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് സ്ലീപ്സ് ആൾ ദി ഡേ ആൻഡ് സ്ലീപ്ലെസ് അറ്റ് നൈറ്റ്. അതുകൊണ്ടാണ് രാത്രി കിടന്ന് കൊച്ചു ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷെ പകൽ കിടന്ന്. പിന്നെ എയിൽമെന്റ്സ് ഫ്രം ഇൻഡിഗ്നേഷൻ, സപ്രസ്ഡ് ആങ്കർ ആൻഡ് ആഫ്റ്റർ ബീയിങ് പണിഷ്ഡ്. ഒരു കുട്ടിയെ നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനി വരും ഈ കുട്ടിക്ക്. അടിക്കുവോ ഇല്ല ദേഷ്യപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത പിറ്റേ ദിവസം പനി വരും. ആ സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാഫിസാക്രിയ. പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അങ്ങനെ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് ഈസ് ട്യൂബർക്കുലത്തിന്റെ പറയുകയാണെങ്കിൽ നമ്മളോട് അടുക്കുന്ന കുട്ടികളുമുണ്ട്, അതുപോലെ തന്നെ വിഡ്രോയിങ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ട്യൂബർക്കുലം വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. പിന്നെ ഡിസ്ട്രക്റ്റീവ് ആണ്. ട്യൂബർക്കുലം കുട്ടികളൊക്കെയാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിച്ച് അതിനകത്ത് എന്താണ് അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പൊ അവര് അടുത്ത കുട്ടിയുടെ കളിപ്പാട്ടമാണെങ്കിൽ പോലും നശിപ്പിച്ചു കളയും. അതാണ് ഈ ട്യൂബർക്കുലത്തിന്റെ പ്രത്യേകത. പക്ഷെ പെട്ടെന്ന് വളരും. അതിന്റെ ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു നാരോ ചെസ്റ്റാണ് ഇത് ഈ ട്യൂബർക്കുലത്തിന്റെ. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കേസ് എടുക്കുമ്പം അറിയാൻ പറ്റും ഈ കുട്ടികളുടെ അമ്മയ്ക്കോ അച്ഛനോ അപ്പൂപ്പനോ ആർക്കെങ്കിലും ട്യൂബർക്കുലോസിസ് വന്നിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഈ ട്യൂബർക്കുലിനം 10 ഒരു ദിവസം കൊടുക്കുന്നത് നല്ലത്. ഞാൻ ഈ ആസ്മ കേസൊക്കെ ചികിത്സിക്കുമ്പോൾ ഇൻവേരിയബിളി ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ് ട്യൂബർക്കുലിൻ. അതായത് നമുക്ക് ആസ്മ ചികിത്സിച്ച് ഇപ്പൊ നാട്രസൾഫോ ഇല്ലെങ്കിൽ അതുപോലുള്ള മെഡിസിൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, കാൽക്കരിയ കാർബോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നല്ല ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു പെട്ടെന്ന് എന്താ പറയണ്ടേ, ഒരു അഗ്രവേഷൻ പോലെ ഉണ്ടാകും, എക്സാസർബേഷൻ പോലെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു മരുന്നാണ് ട്യൂബർക്കുലിൻ. ഒരു 2 ദിവസം കൊണ്ട് ആ എക്സാസർബേഷൻ പെട്ടെന്ന് കുറയും. ആ മയാസം ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ തന്നെ ട്യൂബർക്കുലിനം 10 ഒരു ഡോസ് കൊടുക്കാൻ കഴിയും. അത് ഏത് ഡിസീസിനും അങ്ങനെ തന്നെയാണ്. ട്യൂബർക്കുലർ ഡയറ്റസിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ട്യൂബർക്കുലർ 10 ഒരു ഡോസ് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ ടാൾ ആണല്ലോ. പിന്നെ ഫ്ലാറ്റ് ആൻഡ് നാരോ ചെസ്റ്റ്. ഫ്ലാറ്റ് ആണ്, അതുപോലെ തന്നെ നാരോ ചെസ്റ്റ് ആണ് ഈ ട്യൂബർക്കുലിനത്തിന്. പെട്ടെന്ന് കോൾഡ് പിടിക്കും. അതായത് ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ കൂടെ സ്കൂട്ടറിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഈ കുട്ടിക്ക് കോൾഡ് ആവും. അതുപോലെ തന്നെ തൊണ്ട വീർക്കും, തൊണ്ട പഴുക്കും, അങ്ങനെയുള്ള എയിൽമെന്റ്സ് ഉണ്ടാകും. അതായത് എവരി ടൈം ഹി ടേക്സ് എ ബ്രീത്ത് ഓർ ഫ്രഷ് എയർ, അതാണ് അങ്ങനെ മൂക്കടപ്പുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു എയിൽമെന്റ്സ് ഉണ്ടാകും. ഈ ട്യൂബർക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതുണ്ടാകുന്നത്. പിന്നെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ശരീരത്തെ മസിൽ ഡെവലപ്പ് ചെയ്യത്തില്ല, ഒരു ഇമാസിയേറ്റഡ് ആയിരിക്കും, റാപ്പിഡ് ആയിരിക്കും, അൺപ്രൊണൗൺസ്, ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. അത് ഈ അയഡത്തിനുമുണ്ട്, ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. ട്യൂബർക്കുലിനത്തിനുമുണ്ട്. എത്ര കഴിച്ചാലും ശരീരത്ത് കാണത്തില്ല. അത് ഈ വീട്ടമ്മമാര് നമ്മുടെയൊക്കെ വന്ന് പറയും, ഡോക്ടറെ ഇവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് കഴിയുന്നു, പക്ഷെ ഇവന്റെ ശരീരത്തൊന്നും കാണില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ട്യൂബർക്കുലിനം ഒരു ഡോസ് കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള കുട്ടികള് നമ്മുടെ ക്ലിനിക്ക് വരുമ്പോ അവര് നമ്മുടെ അപ്പൂപ്പന് ട്യൂബർക്കുലോസിസ് ഉണ്ടായിരുന്നോ, അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നോ, ഇതൊന്നും അവർ പറയത്തില്ല. എന്നുവെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ കേരളം എന്നല്ല ഇന്ത്യയിലെമ്പാടും തന്നെ ട്യൂബർക്കുലോസിസ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അച്ഛന് 78ാമത്തെ വയസ്സ് മരിക്കുന്നു, എനിക്കിപ്പോ 75. അച്ഛൻ്റെ അച്ഛൻ മരിച്ചത് ട്യൂബർക്കുലോസിസ് കൊണ്ട്. അപ്പൊ ഈ ട്യൂബർക്കുലർ മയാസം അവിടുന്ന് ഇങ്ങോട്ട് എല്ലാവർക്കും കാണും. അച്ഛനുണ്ടാവും, എനിക്കുണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ 5 ബ്രദേഴ്സിനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് ആ ജീൻസിലുണ്ട്. ആ ജീൻസിൽ ആ ട്യൂബർക്കുലർ മയാസം അവിടെ കിടപ്പുണ്ട്. ആ മയാസം അവിടെ, പക്ഷേ അത് എപ്പം അത് വർക്കൗട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോ ആ ട്യൂബർക്കുലർ മയാസം വർക്കൗട്ട് ചെയ്യും. പക്ഷെ അതിനാണല്ലോ നമ്മൾ പറയുന്നത് സാത്വികാഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പൊ അവന് അത് വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ എന്നാൽ അതൊരിക്കലും വർക്കൗട്ട് ചെയ്യില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ രോഗത്തിന്റെ പേര് പറയുന്നത് ചില പേരൻസിന് ഇഷ്ടമല്ല ചോദിക്കുമ്പോഴത്തേക്ക്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ട്യൂബർക്കുലിനം 10 ഒരു ഡോസ് വെക്കണം. ഈ ട്യൂബർക്കുലർ പേഷ്യന്റ് ഹൈലി ഇന്റലക്ച്വൽ ആണ് കേട്ടോ, നല്ല ബുദ്ധിയാണ്, പെട്ടെന്ന് പെർസെപ്ഷൻ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെർസെപ്റ്റ് ചെയ്യും. പിന്നെ വേറെ പ്രത്യേകതയുള്ളെങ്കിൽ എന്താണെന്നറിയാമോ, പേരൻസിനോട് ഭയങ്കര ദേഷ്യം. നമ്മൾ പറയത്തില്ലേ ഇവന് ക്ഷയരോഗക്കൂറാന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പെട്ടെന്ന് ദേഷ്യം. അത് ട്യൂബർക്കുലർ പേഷ്യന്റ് ഒരു പ്രത്യേകത. അത് നമുക്ക് ക്രൂവൽ, പേരൻസിനോട് പോലും ക്രൂവലായിരിക്കും, ഈസിലി ഗെറ്റ് ആംഗ്രി. പിന്നെ ഈ എപ്പോഴും ചെറിയ കുട്ടികളില്ലേ, പെട്ടെന്ന് ഡ്രസ്സ് മാറും. അമ്മ പറയും, എടാ നീ ഇന്നലെ ഇട്ടുകൊണ്ട് പോയതല്ലേ, ഇന്നും കൂടെ ഇതിട്ട് എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലിനെ സമ്മതിക്കണം. അവനെപ്പോഴും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഇതിന്റെ ട്യൂബർക്കുലർ പേഷ്യന്റിന്റെ ഒരു പ്രത്യേകതയാണ്.
പിന്നെ ഈ ടോയ്സ് അതായത് ഇപ്പൊ ഒരു കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം ടോയ്സ് ഉണ്ടോ അത് മുഴുവൻ അവന് വേണം. അതാണ് ക്യൂറിയസ് ആണ്, ക്യൂറിയസ് അബൌട്ട് ടോയ്സ്. അതാണ്. പിന്നെ എന്തിനാ ഇത് കിട്ടിയാൽ പോലും ഇവൻ ചെയ്യുന്നത് എന്താ അറിയോ? വീട്ടിൽ വന്ന് ഉടനെ അവൻ ചെയ്യുന്നത് അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് എന്താണെന്ന് അറിയാനാ. ഭയങ്കര ആങ്സൈറ്റിയാണ് അവൻ. അവൻ പൊട്ടിച്ചിട്ടേ അവൻ അടങ്ങത്തുള്ളൂ. അവനത് റിപ്പയർ ചെയ്ത് നോക്കണം. അതാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇവനൊരു കോസ്മോപൊളിറ്റൻ. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റ് എല്ലാവരുമായിട്ടും ഒരു മിംഗ്ലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാണ് കോസ്മോപൊളിറ്റൻ എന്ന് വെച്ചാൽ അതാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് പ്രിക്കോസിറ്റി ഇവന്റെ ഒരു പ്രത്യേകതയാണ്. പ്രിക്കോസിറ്റി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിവികാസം കൊണ്ടുവരും. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിവികാസമാണ് പ്രിക്കോസിറ്റി. പിന്നെ ഹൈലി ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എത്ര സമയം വേണമെങ്കിലും ഈ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് അപ്പം നമ്മളെ അമ്മ ചോദിക്കുക, നീ എന്തോ ആടി ഇത്ര നേരം കണ്ണാടിയുടെ മുൻവശത്ത് നിൽക്കുന്നു? അല്ലെങ്കിൽ ആമ്പിള്ളേര് അവന് തലമുടി ഒരു വശത്തോട്ട് ചിരിച്ചു വെക്കുന്നു, മറുവശത്തോട്ട് വെക്കുന്നു. ഈ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ അവൻ അരമണിക്കൂർ ചിലപ്പോൾ. ഇല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ അങ്ങനെ. എപ്പോഴും കൊച്ചു കുട്ടികളെ കാണാൻ പറ്റില്ല, ചില കുട്ടികൾ. അതായത് ഇതെല്ലാം അമ്മ തലമുടിയൊക്കെ ചീക്കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് അതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എത്ര നേരം വേണമെങ്കിലും. അത് വലിയവരാണെങ്കിലോ, ഏ അഡൽട്സിലാണെങ്കിലോ ബ്യൂട്ടി കോൺഷ്യസ്. ആ ബ്യൂട്ടി കോൺഷ്യസ് ഇത് തന്നെയാണല്ലോ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇതേ തന്നെയാണ് പ്രായമായി വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉണ്ട്. ഒത്തിരി നേരം ഈ കണ്ണാടിയുടെ മുൻവശത്ത് നിൽക്കുന്ന പെൺകുട്ടികളും ആണുങ്ങളും. നമ്മളിത് പറയുന്ന കൊച്ചു കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇത് തന്നെയാണ് വളർന്നു വരുമ്പോൾ ചില ആൾട്രേഷൻസ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അത് ഈ ഡിസ്പോസിഷൻസ് ഒക്കെ വളർന്നു വരുമ്പോഴും ഇത് ഉണ്ടാവും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇമാസിയേഷൻ ഉണ്ട്, ഭയങ്കര വിശപ്പുമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് ഫിയർലെസ് ആണ്. ഈ ട്യൂബർകുലർ പേഷ്യൻസ് ഫിയർലെസ് ആണ്. പക്ഷേ ഈ പട്ടിയെ പൂച്ചയൊക്കെ ഇവന് ഭയങ്കര പേടി. ഈ ട്യൂബർകുലർ പേഷ്യന്റ് ഒരു പ്രത്യേകതയാണ്. പിന്നെ ഹോട്ട് പേഷ്യന്റ് ആണ് ഇവൻ, ഹോട്ടാണ്. പിന്നെ ക്രേവ്സ് സാൾട്ട് ആസ് സച്ച് മിൽക്ക് ഓർ കോൾഡ് ഡ്രിങ്ക്സ്, അതും ഇവന് ഇഷ്ടമാണ്. പിന്നെ മുമ്പേ പറഞ്ഞതൊക്കെ ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതായി. പിന്നെ നെക്സ്റ്റ് ഈസ് കമോമില. അടുത്ത നമുക്ക് കമോമിലയിലേക്ക് പോവാം. കമോമില എന്ന് പറയുന്നത് ഒരു വിഡ്രോയിങ് ടൈപ്പും ആവാം, ഹൈപ്പർ ആക്റ്റീവും ആവാം, ഡിസ്ട്രക്റ്റീവും ആവാം. ഒരു വല്ലാത്ത ഒരു കൊച്ചാണ് ഈ കമോമില. കമോമില നമുക്ക് മാനേജ് ചെയ്യാൻ വലിയ പ്രയാസമാണ് ഈ കമോമില ചിൽഡ്രൻ. ഒരു നെർവസ് ടൈപ്പാണ് ഈ കമോമില ചിൽഡ്രൻ. എപ്പോഴും വാശിയും കരച്ചിലും എല്ലാമായിട്ടുള്ള ഒരു ചൈൽഡാണ്. ഒരു എക്സൈറ്റബിൾ ടെമ്പർമെന്റ് ആണ് ഈ കമോമില ചൈൽഡ്. അത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ടെൻഡേഷൻ ആണെങ്കിൽ പറയുകയും വേണ്ട. അപ്പൊ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നാണ് കമോമില. പീവിഷ്, അതുപോലെ ഇറിറ്റബിൾ ആണ്, ഹൈലി ഇറിറ്റബിൾ ആണ്. ആരെടുത്താലും കേൾക്കത്തില്ല, കരഞ്ഞോണ്ടിരിക്കും. ഓവർ സെൻസിറ്റീവ് ആണ്. ഓവർ സെൻസിറ്റീവ് ടു പെയിൻ ആൾസോ. വയറുവേദനയോ ചെവിവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു കരച്ചിലായിരിക്കും. ആണ്. പിന്നെ ഒരു എന്താ മുൻശുണ്ഠി ഉണ്ടായിരിക്കും. മുൻശുണ്ഠി, അതിന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് സ്നാപ്പിഷ്. മുൻശുണ്ഠി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു സിവിൽ ആൻസർ പറയത്തില്ല. ഈ കമോമിലയുടെ പ്രായമുള്ള കുട്ടികൾ ചീത്ത വിളിക്കും. അതിനറിയാവുന്ന ചീത്ത വിളിക്കും ആണ്. അതായത് ഒരു സിവിൽ ആൻസർ കനോട്ട് റിട്ടേൺ എ സിവിൽ ആൻസർ. അതാണ് കമോമിലയുടെ ഒരു പ്രത്യേകത. എക്സീഡിംഗ്ലി ഇറിറ്റബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഫ്രെറ്റ്ഫുൾ ആണ്.
ക്വയറ്റ് only when carried. കയ്യിലെടുക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. പിന്നെ ഇംപേഷ്യന്റ് ആണ്, ഒരു ക്ഷമയില്ലാത്ത കുട്ടിയാണ് ഈ children. Wants this or that and becomes angry when refused. നമ്മൾ തരത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അഥവാ ഇപ്പൊ നമ്മൾ കൊടുത്തെന്നിരിക്കല്ലേ, when offered അത് റിജക്ട് ചെയ്യും, ഫ്ലാറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും. അതും ഈ കമാമിലയുടെ കുട്ടികളുടെ പ്രത്യേകത. പിന്നെ ടു അഗ്ലി, മൂക്കൊക്കെ ഒലിപ്പിച്ച് തലമുടി ഒന്നും ചെയ്യാതെ ഒരു വല്ലാത്ത മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അഴുക്കും, വാശി, കടിക്കും, എടുക്കുന്നവരെ കടിക്കും, ദേഷ്യം വന്നു. അതൊക്കെ ഈ കമാമില കുട്ടികളുടെ പ്രത്യേകമാണ്. പിന്നെ പിറ്റിയസ് മോർണിംഗ് ഓഫ് ചൈൽഡ് ബിക്കോസ് ഹി കനോട്ട് ഹാവ് വാട്ട് ഹി വാണ്ട്. അതായത് ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടേയിരിക്കും, ചിണുങ്ങിക്കൊണ്ടിരിക്കും. പിറ്റിയസ് മോർണിംഗ്. പിന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും. പിന്നെ ആളെ വളരെ ദേഷ്യമുള്ളതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവേഴ്സ് ടു ടോക്കിംഗ് ആൻഡ് ആൻസേഴ്സ് peevishly. Complaints from anger, especially chill and fever. ഈ പനിയുടെ സമയത്താണ് ഒരു കംപ്ലൈൻസ്, നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പനി വരും. പനി വന്നു കഴിഞ്ഞാൽ അതിന് കമാമില നല്ലൊരു മരുന്നാണ്. പിന്നെ വാണ്ട്സ് ടു ക്യാരി എനിബഡി, ആൾക്കാരെ എടുക്കുന്ന ഇഷ്ടമാണ്, ഇറിറ്റബിൾ ആണ്, വിന്നിങ് ആണ്. പിന്നെ കൺവേർഷൻ ആഫ്റ്റർ പണിഷ്മെന്റ്. ഈ ദേഷ്യം വരുമ്പോൾ പോലും ഇത് ബ്രെയിനിന് താങ്ങാൻ മേലാതെ, ഈ ബ്രെയിനിന് താങ്ങാൻ മേലാതെ വന്നു കഴിഞ്ഞാൽ ഉടൻ കൺവേർഷൻ ഉണ്ടാവും കമാമില കുട്ടികൾക്ക്. അത് നമ്മൾ മനസ്സിൽ വെക്കുന്നതാണ്. നെക്സ്റ്റ് സിനായാണ്. സിനയുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഡ്രോയിങ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ്. ഇത് മൂന്നുമാണ്. കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതിനെ ഇറിറ്റബിൾ ആണ്, വാശിയുള്ള കുട്ടിയാണ്. നമ്മള് തിങ്സ് യു ടു അവോയ്ഡ് ഓർ പുഷ് അവേ ദ ചൈൽഡ്. അതാണ് എന്റെ പ്രത്യേകത. ത്രോ തിങ്സ് വെൻ ആൻഡ് എയിം യൂഷ്വലി ടു മദർ. പിന്നെ അഡാപ്റ്റഡ് ടു ചിൽഡ്രൻ വിത്ത് ഡാർക്ക് ഹെയർ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ ഞാൻ ഈ ഫിസിക്കൽ അപ്പിയറൻസ് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കാര്യം ഈ ഹെയറിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ ഇതെല്ലാം വെസ്റ്റിലുള്ള ആയിരിക്കും അവർ പറയുന്നത്, നമ്മുടെ ഏഷ്യയിലുള്ള കുട്ടികളുടെ കാര്യം ആയിരിക്കും. പിന്നെ ക്രോസ് ആൻഡ് ഇറിറ്റബിൾ, വളരെ ദേഷ്യമായിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ഇൽ ഹ്യൂമേഡ് ആയിരിക്കും. തമാശയൊക്കെ പറയുന്നതൊന്നും ഈ സിനാറ്റ് കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല. വാണ്ട്സ് ടു ബി ക്യാരിഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോണേ. ബട്ട് ക്യാരിയിങ് ഗീവ്സ് നോ റിലീഫ്. ഡസ് നോട്ട് വാണ്ട് ടു ബി ടച്ച്, ദേഹത്ത് തൊടാൻ പോലും അനുവദിക്കത്തില്ല. കനോട്ട് ബിയർ യു ടു ബി കം നിയർ, അടുത്തോട്ട് വരാൻ പോലും സമ്മതിക്കത്തില്ല. ഡിസയേഴ്സ് മെനി തിങ്സ് ബട്ട് റിജക്ട് എവരിതിങ് ഓഫേർഡ്. അതാണ്, ഒത്തിരി തിങ്സ് ആവശ്യപ്പെടും, പക്ഷെ നമ്മൾ കൊടുക്കാൻ നേരത്ത് അത് റിജക്ട് ചെയ്യും. പിന്നെ വേറെ ഒരു പ്രത്യേക സിനാ ചൈൽഡിനുള്ളത് ഈ കോൺസ്റ്റന്റ്ലി ഡിഗിങ് ആൻഡ് ബോറിങ് അറ്റ് ദി നോസ്. എപ്പോഴും മൂക്കില് ഇങ്ങനെ വിരല് ഇട്ടുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിക്സ് ദി നോസ് ഓൾ ദി ടൈം. എപ്പോഴും ഇങ്ങനെ മൂക്കയിൽ ഇങ്ങനെ പിച്ചിക്കൊണ്ടേയിരിക്കും. അത് സിനാ ചൈൽഡിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഈ മൂക്കയിൽ ഇങ്ങനെ ക്രാബ് വന്നിരുന്നിട്ട്, ഇങ്ങനെ പൊറ്റ വന്നിരുന്നിട്ട് പിച്ചി രക്തം വരുത്തുന്ന ചില കുട്ടികളുണ്ട്. അത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓറഞ്ച് റൈഫിൽ അങ്ങനത്തെ കുട്ടികളും ഉണ്ട്. പിന്നെ കനൈൻ ഹങ്കർ ആണ്, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്നെയും കഴിക്കാൻ. പക്ഷെ അപ്പോഴാണ് നമ്മുടെ അമ്മമാര് പറയുന്നത് ഇതിനൊക്കെ വിരയാന്ന്. പക്ഷെ വിര കൊണ്ടല്ല, വിരയല്ലാത്ത തന്നെ ഈ കുട്ടികൾക്ക് എങ്ങനെ കൊണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടിക്ക് എൻ്റെ എയർലി പ്രാക്ടീസിന് ഇങ്ങനെ പനിയായിരുന്നു. ഈ ട്വിച്ചിങ്, അതായത് പനി കൂടിയിട്ടാണോ എന്താന്ന് എനിക്കറിയത്തില്ല. എനിക്കന്ന് വലിയ അറിവൊന്നുമില്ല, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തെ ഉള്ളത്. പക്ഷേ ഈ മുഖം ഇങ്ങനെ കോച്ചി ടെമ്പറേച്ചറുണ്ട്, മുഖം കോച്ചി പോയി. ഞാനങ്ങ് ഭയന്നു. ഈ
അതായത് ഞാൻ ആലപ്പുഴ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ സിനയുടെ ഈ സിംറ്റം എനിക്ക് ഓർമ്മ വന്നു. ഈ ഇങ്ങനെ ഇങ്ങനെ കോച്ചി പോകുന്ന സിനയ്ക്കൊരു സിംറ്റം ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചു. അങ്ങനെ ഞാൻ ആ സിന വണ്ണം ഒരു ഡോസ് വണ്ണം കൊടുത്തപ്പോഴത്തേക്ക് ആ കോച്ചിങ് നിന്ന് കുട്ടിയുടെ പനി. പിന്നെ ബെറ്റർ നീ ചെസ്റ്റ് പൊസിഷന് ഈ സിനായ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെഡോറിനത്തിനും ഉണ്ട്. മെഡോറിനത്തിന് നമ്മൾ ഈ ആസ്മയ്ക്കൊക്കെ ചികിത്സിക്കുമ്പോൾ ഒരു നീ ചെസ്റ്റ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡോറിനം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. മെഡോറിനം അത് നീ ചെസ്റ്റ് പൊസിഷൻ തന്നെ വേണമെന്നില്ല, കമന്ന് കിടക്കുന്ന കുട്ടികൾക്കായാലും കൊടുത്താലും നമുക്ക് മെഡോറിനത്തിന് ഇത് ചെയ്യാം. സിന കഴിയാറായോ? അതിനുള്ള എത്രയായി? സിന കൊണ്ട് നിർത്താം. 27ആയി, 28ആയി. ഇനിയും എന്ന് വെച്ചാൽ സൾഫർ, സ്ട്രാമോണിയം, കരണ്ടുല, കാഴ്സിനോസിൻ ഒക്കെ കിടക്കുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതെല്ലാം കൂടെ തീർക്കും. അതും കൂടെ ആകുമ്പോ ഒരു ക്ലാസ് കൂടെ ആകുമ്പോ കഴിയും. ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് കഴിയും. ഒരു ക്ലാസ് കൂടെ കഴിയും. അപ്പൊ സിനയാണ് 1-2 കൂടെ പറഞ്ഞിട്ട്, പിന്നെ ഈ ട്രാൻസിയന്റ് സ്കുണ്ടി, അതായത് ഈ കോങ്കണ്ണുണ്ടല്ലോ കണ്ണ്, അതിനാണ് ഞാൻ ആ മെഡിസിൻ കൊടുക്കാൻ കാര്യം. കണ്ണിങ്ങനെ കോടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മെഡിസിൻ അന്ന് കൊടുക്കാൻ കാര്യം. പിന്നെ ചൈൽഡ് വാണ്ട്സ് ഓൺലി ഹെർ മദർ ടു ക്യാരി ആണ്. അവേർഷൻ ടു മദേഴ്സ് മിൽക്ക്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അമ്മയുടെ പാല്, അവേർഷൻ ടു മദേഴ്സ് മിൽക്ക്, അത്. പിന്നെ ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, സിന കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അടുത്ത് വേറൊരു ദിവസമാണ്. ഓക്കെ, ഇനി വലിയ കാര്യമായ ഡിസ്കഷന് സമയമില്ല. ഡോക്ടർ ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ട്യൂബർകുലിനത്തിന് എന്തായിരുന്നു ക്രേവിങ്? ഏതൊക്കെയാ? സോൾട്ടും പിന്നെ ഏതാ 2 പറഞ്ഞായിരുന്നല്ലോ ഡോക്ടർ. ട്യൂബർകുലിനത്തിന് ക്രേവിങ് ഫോർ സോൾട്ടും ട്യൂബർകുലിനത്തിന്റെ ലാസ്റ്റ് സാൾട്ട് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ കോൾഡ് തിങ്സ്. തണുത്ത സാധനങ്ങൾ. അത് ഫോസ്ഫറസിനും ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ പറയത്തില്ല, ഈ ഫോസ്ഫറസിന്റെ ചെസ്റ്റും ട്യൂബർകുലിനത്തിന്റെ ചെസ്റ്റും ഒരുപോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്യൂബർകുലർ പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ ഫോസ്ഫറസ് ഈസ് എ ബെസ്റ്റ് മെഡിസിൻ. അത് നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചോണം. ഫോസ്ഫറസ് ഇല്ലാതെ നമുക്ക് ഒരു ട്യൂബർകുലർ പേഷ്യന്റിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, ഹരിഹരൻ സാറേ, ഇന്ന് 51 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ 48ആണ്. ഓക്കെ, വളരെ സന്തോഷം. അടുത്ത ദിവസം കൊണ്ട് നമുക്ക് ബാക്കിയും കൂടെ തീർക്കാം. എന്നിട്ട് വേറെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഈ അടുത്ത ഒരു ദിവസം കൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തീർക്കാം. അപ്പൊ ഇനി എന്നാണോ ധനുഷ് ഡോക്ടറോട് കേൾക്കുന്നുണ്ടാവും. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും തീർക്കാം. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് ആൻഡ് ആസ്മ, അതിലേക്ക് അത് ഞാൻ നമുക്ക് അടുത്ത ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുള്ള സെഷനിൽ വെക്കാവേ. അല്ല, ഇതിന്റെ ബാക്കി ഭാഗം ഉടനെ, അത് എന്നാണോ ഏറ്റവും നേരത്തെ, അത് കഴിയുമ്പോ പിന്നെ ഓരോന്നോരോന്നായിട്ട് വെക്കാം. പോവാം. എടുത്തു വരുമ്പോ ഒന്നും പിന്നെയും അതിന്റെ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇന്നും ഗംഭീര ക്ലാസ് ആയിരുന്നു, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാല്. ഞായറാഴ്ചയായിട്ട് പോലും 51 പേരുണ്ടായിരുന്നു. അപ്പോ വളരെ സന്തോഷം. അപ്പോൾ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ ഹരിഹരൻ സാറിന്റെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ധനുഷ് ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. സാറിന്റെ ക്ലാസ്സിന് നന്ദി പറയുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം. അതെ. അതായത് വളരെ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. കാരണം മരുന്നുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഇങ്ങനെ ഒഴുകി, നമ്മളൊരു മെറ്റീരിയൽ പഠിക്കുക പരീക്ഷയുടെ തലേ ദിവസം ഇങ്ങനെ ഓരോ പേജും ഇങ്ങനെ മറിച്ച് വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇതെനിക്കറിയാം,
ഇതിന്റെ എന്തോ വിട്ടുപോയിട്ടുണ്ട്, അതാണ് ഇനി അറിയേണ്ടത് എന്ന് പറയുന്ന പോലെ ഒരു ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് ഒരു ചാടി ചാടിയുള്ള സാറിന്റെ ഒരു പോക്ക്, അത് സാറിന്റെ ആ ഡെപ്ത് ഓഫ് നോളജ് ആണ് കാണിക്കുന്നത്. അപ്പൊ ആ ഡെപ്ത് ഓഫ് നോളജ് സാറ് ഒരു മടിയില്ലാതെയാണ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു മെറ്റീരിയൽ പുസ്തകം കുത്തിയിരുന്ന് വായിക്കുന്ന ഇതിന്റെ 10 ഇരട്ടി ഗുണം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇനിയും നമുക്ക് വേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി IFBCന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുകയാണ് സാർ. അതുപോലെ തന്നെ ശരി, എൻ്റെ ക്ലാസ് ക്ഷമയോടുകൂടി ശ്രവിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഹരിഹരൻ സാറേ, എന്തായാലും വളരെ സന്തോഷം. ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്രയും വേഗത്തിൽ ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് സാർ തീർച്ചയായിട്ടും വീണ്ടും വരണം. ഇന്ന് നന്ദി പറഞ്ഞ ധനേഷ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ മലയാളം വിഭാഗം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.